കുറേ ദിവസമായിട്ട് മനസ്സിൽ ആഗ്രഹിക്കുന്ന ഒരു കാര്യമുണ്ട് കേട്ടോ. അതൊന്ന് നടത്താൻ വേണ്ടിയിട്ട് ഞാൻ ഇന്ന് സായിക്കുട്ടനൊക്കെ സ്കൂളിലേക്ക് വിട്ടിട്ട് ഞാൻ പട്ടാമ്പി വീട്ടിലേക്ക് വന്നതായിരുന്നു കേട്ടോ. അപ്പോൾ ഞാനും ഉമ്മയൊക്കെ ആയിട്ട് കുറച്ച് കത്തി അടിച്ചു. വാപ്പ എന്തോ ഭയങ്കര ബിസിയാണ്. വാപ്പക്ക് എന്തോ ഒരു കല്യാണം കൂടാനോ എന്തിനോ പോകേണ്ട ആവശ്യമുണ്ട് കേട്ടോ. ഉച്ചയ്ക്ക് നല്ല ചിക്കനും മീനും ഒക്കെ കൂട്ടിയിട്ട് അടിപൊളി ലഞ്ച് തന്നെ ഇമ്മയും വാപ്പയൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ അതൊക്കെ കഴിച്ചിട്ടൊന്ന് പുറത്തേക്ക് ഇറങ്ങി. പക്ഷേ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ പോയ കാര്യം ഇന്ന് നടന്നില്ല കേട്ടോ. ആ കാര്യം എന്താണെന്നുള്ളത് ഞാനൊരു ദിവസം നിങ്ങളോട് വിശദമായിട്ട് പറയുന്നുണ്ട്. പ്രശ്നം വന്നപ്പോൾ ആ കാര്യം നടന്നില്ല. അതുകൊണ്ട് പിന്നെ അത് പറയണതിൽ കാര്യമില്ലല്ലോ. അപ്പോൾ പിന്നെ എന്തായാലും വന്നതല്ലേ എന്ന് കരുതിയിട്ട് നമ്മൾ അവിടെ ഉണ്ടായിരുന്ന അടക്കപ്പടമൊക്കെ കഴിച്ചിട്ട് ഞാനും ഇന്നോളും എൻജോയ് ചെയ്തു കേട്ടോ. അപ്പോഴാണ് വാപ്പ പുറത്തേക്ക് പോകാൻ വേണ്ടിയിട്ട് വാപ്പൻ്റെ കാറൊക്കെ നമ്മുടെ അഗാറിൻ്റെ സുപ്രീം ഹൈ പ്രഷർ വാഷർ ഉപയോഗിച്ചിട്ട് കഴുകുന്നത് കണ്ടത്. ഇന്ന് ഞാൻ എൻ്റെ വാപ്പാക്ക് 1.5 വർഷം മുമ്പ് കൊടുത്ത പ്രഷർ വാഷർ ആയിരുന്നു കേട്ടോ. അത് ഇപ്പോഴും നല്ല അടിപൊളിയായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. ഈ മോട്ടർ ഒരു കുഞ്ഞനാണെന്നുണ്ടെങ്കിൽ ഇതിന് 1500 വാട്ട്സ് പവർ ഉണ്ട് കേട്ടോ. അതുകൊണ്ടായിരിക്കാം അത് ഇത്രയും വർഷമായിട്ടും 1.5 വർഷമായില്ലായിരിക്കാൻ തുടങ്ങിയിട്ട് ഇപ്പോഴും നല്ല അടിപൊളിയായിട്ട് വർക്ക് ചെയ്യുന്നത്. നമ്മളിത് ബക്കറ്റിലാണ് നമുക്ക് വെള്ളം ഉള്ളത് എന്നുണ്ടെങ്കിൽ അത് വെച്ചിട്ടും നമുക്ക് ഈ പ്രഷർ വാഷർ അത്രത്തോളം പ്രഷറിൽ തന്നെ നമുക്ക് വർക്ക് ചെയ്യിപ്പിക്കാൻ സാധിക്കും കേട്ടോ. അപ്പോൾ അപ്പോൾ ഫോം ഗണ്ണിൽ ഫോമൊക്കെ നിറച്ചിട്ട് അപ്പോൾ കാറൊക്കെ നന്നായിട്ട് ഫോം അടുപ്പിച്ച് നല്ല കുട്ടപ്പനാക്കുന്നുണ്ട് കേട്ടോ. ഇത് നമുക്ക് സ്കൂട്ടിയും ഒക്കെ കഴുകാൻ പറ്റും. ഇതിൽ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും ഇതിൻ്റെ ഈ ഗണ്ണ് കേട്ടോ. ഇത് നല്ല പ്രഷറിൽ വെള്ളം വരുന്ന രീതിക്ക് വെക്കാൻ പറ്റും. നമ്മൾ കാറൊക്കെ കഴുകുമ്പോൾ നല്ല പ്രഷറിൽ വെള്ളം ആക്കരുത്. അപ്പോൾ കാറൊക്കെ ഡാമേജ് ആവാൻ ചാൻസ് ഉണ്ട് കേട്ടോ. ഇതുപോലെ ഇൻ്റർലോക്കൊക്കെ കഴുകാൻ ഈസിയാണ്. പിന്നെ ഇതിൻ്റെ എക്സ്റ്റൻഷൻ റോഡാണ് കേട്ടോ. നമ്മൾ കാറിൻ്റെ അടിയിലൊക്കെ ചെളി പിടിച്ചിട്ടുണ്ടാവില്ലേ, നമ്മൾ ബക്കറ്റ് വാഷ് ചെയ്യുമ്പോൾ നമുക്ക് കാറിൻ്റെ അടിയിലേക്കൊന്നും എത്തില്ലല്ലോ. അപ്പോൾ കാറിൻ്റെ അടിയൊക്കെ നന്നായിട്ട് വാഷ് ചെയ്യാൻ പറ്റും കേട്ടോ. അപ്പോൾ എങ്ങനെയുണ്ട് നമ്മൾ അഗാറിൻ്റെ പ്രഷർ വാഷർ? അത് മോളെ, ഇത് 1.5 വർഷമായി എൻ്റെ കയ്യിലിരിക്കും കൊടുത്തിട്ട്. അടിപൊളിയ സാധനം. അപ്പോൾ നല്ല ഇഷ്ടപ്പെട്ടു.